ഹലോ ഗായ്സ്, അപ്പം ഞാൻ നിങ്ങളുടെ സ്വന്തം സെറ്റ് അർച്ചു. അപ്പം ഇതെൻ്റെ പുതിയ യൂട്യൂബ് ചാനലാണ്. അപ്പം ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ആദ്യത്തെ വീഡിയോ എന്തെന്ന് പറഞ്ഞാൽ ഒരു നോർമൽ റാങ്കഡ് കളിക്കുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എന്താകുമെന്ന് രക്ഷയില്ല, ഒരു പിടുത്തമില്ല നമുക്ക് എന്താകുമെന്ന്. നമ്മളിപ്പോൾ മാസ്റ്ററിലാണ് നിൽക്കുന്നത്. ആദ്യത്തെ വീഡിയോ ആയത് കാരണം അതിൻ്റേതായ ഒരു ഇതൊക്കെ ഉണ്ട്. എന്താവോ എന്തോ. അപ്പം എന്നാലും ഗെയിം തുടങ്ങിയിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഗായ്സ്, നമ്മൾ ഇവിടെ ആദ്യത്തെ റൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ എടുത്തേക്കുന്നത് നമ്മളെ ഈ നറൂട്ടോ എക്സ് ഇവൻ്റ് വന്നു കഴിഞ്ഞിട്ട് എപ്പോഴും നമുക്ക് എല്ലാ CS-ലും നമുക്ക് ഫസ്റ്റ് കിട്ടുന്ന മറ്റേ സംഭവം എറിയുന്നൊക്കെ സംഭവമാണ്. എന്ന് പറഞ്ഞൊരു പിടുത്തമില്ല. ഇപ്പം നമ്മൾ അവൻ്റെ പുറകെ പോയി നമ്മളങ്ങ് അടിക്കാൻ പോവുക. ഗൈസ്, നമ്മൾ ഓഞ്ചി നമ്മൾ ലൈറ്റായിരുന്നു കുമ്മനടിക്കാൻ പോയതാണ്. ബട്ട് ഒത്തില്ല, അവനങ്ങ് കുമ്മനടിച്ച് ഒരു നോക്ക് കിട്ടിയിട്ടുണ്ട്. ഉയ്യോ ഗൈസ്, 2 പേരിട്ട് അടിച്ച് ഗൈസ്. എറി കിണ്ണൻ മുത്ത് ഗൈസ്. ഈ പോയോ നല്ല കിണ്ണം തന്നെയാണ്. 4-ാം നമ്പർ. അപ്പം അടുത്ത റൗണ്ട് തുടങ്ങുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഗൈസ്, നമ്മളെ അടുത്ത റൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇപ്പം ഞാൻ മാത്രമല്ല നമ്മൾ കളിക്കുന്ന, എൻ്റെ കൂട്ടുകാരൊക്കെ ഉണ്ട്. എല്ലാവരുമായിട്ടുള്ള ഒരു വീഡിയോ ഉടനെ വരും. ഇവിടെ അടുത്ത എനിമിയുണ്ട്, വൈബ്രേഷനൊക്കെ അടിക്കുന്നു. ഞങ്ങളിവിടെ ഇല്ല, നമുക്ക് ഞങ്ങൾ ഓടിക്കാറാം ഗൈസ്. ബാക്കിൽ തന്നെ നമുക്ക് മേളിൽ തന്നെ നിൽക്കാം. അങ്ങനെ ലൂട്ട് വർക്കണ്ട. അയ്യോ മൂഞ്ചി അടികളെ. നമുക്ക് ഇലിമിനേഷൻ എങ്ങനെയാണ് നോക്കാം. ചുമ്മാ ഉയ്യോ ഒമ്പിയിട്ട് ഞെക്കി അടിച്ചവൻ. നമുക്ക് എന്നാലും കൊടുത്ത് അവൻ്റെ ഫ്രണ്ട് നമ്മൾ റിമോട്ട് എടുക്കുന്നതായിരിക്കും ഈ കളി. നോക്കിയോ, ഇത് വേറെ ആരുമല്ല പറയുന്നത്, അർച്ചു എന്ന് പറയുന്നത്. കൊള്ളിക്കാൻ പോലും അറിഞ്ഞോളാം. നമുക്ക് മിണ്ടായിരിക്കാം. അതി എന്താ എൻ്റെ പേരെന്തോ. നിഗൂഢമായ കളിയായിരുന്നു. ഒത്തില്ല, പക്ഷേ നമ്മുടെ ബംഗാളി മോൻ തോറ്റിട്ടുണ്ട്. ഒരു കുഴപ്പമില്ല, നമുക്ക് നെക്സ്റ്റ് റൗണ്ട് കാണാം. അപ്പോൾ ഞാൻ ട്രിക്ക് പറഞ്ഞു തരാം. അധികം ആൾക്കും അറിയാത്തൊരു ട്രിക്കാണ്. എന്ന് പറഞ്ഞാൽ ഈ സ്ഥലം, എൻ്റെ പേര് ക്യാപ്റ്റൗൺ ഏതാണ്ടാണെന്ന് തോന്നുന്നു. ഈ സ്ഥലത്തിൻ്റെ ഏത് വീടിൻ്റെ മേളിൽ വേണേലും നമുക്കൊരു ഹെൽപ്പർ ഉണ്ടാക്കി കയറാൻ പറ്റും. അപ്പം നമ്മുടെ കട്ട ചങ്ക് ഫ്രണ്ടാണെങ്കിൽ പോലും നമുക്ക് പറ്റും. ഒരു ഗ്ലൂ വാൾ ഇടുക, അയാളുടെ തലയിൽ ചവിട്ടി കയറുക, ഇത്രയുള്ള പരിപാടി. സിമ്പിൾ പരിപാടിയാണ്. പക്ഷെ നമ്മുടെ കയ്യിൽ അതിൻ്റെ പേരെന്തുമായിരുന്നു, ഗ്ലൂ വാളൊന്നുമില്ല. നമ്മളിപ്പോൾ 3G ആയതിന് പറഞ്ഞങ്ങ് തീർന്നു. നിന്നൊക്കെ എവിടെ നിന്നാണ് ഗൈസ് വരുന്നത്? മുടിഞ്ഞു പോകും പിന്നൊക്കെ ഇല്ലാണ്ടോ ചത്ത പോട്ട് പുല്ല്. അപ്പോൾ നമുക്ക് അടുത്ത റൗണ്ട് നമുക്ക് കാണാം. അപ്പോൾ ഗൈസ്, എന്താണെങ്കിലും നമ്മുടെ 2-1 ആക്കിയിട്ടുണ്ട് നമ്മൾ സ്കോർ ബോർഡൊക്കെ. അപ്പോൾ നമുക്ക് ഈ റൗണ്ട് എങ്ങനെയാലും മാക്സിമം നമുക്ക് ഇങ്ങനെ കളിച്ചെടുക്കാനാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. അപ്പം ഞാൻ വലിയ പ്രോയും അല്ല, ഒത്തിരി നോബും അല്ല. 2 എനിമി ഒരേ സമയം അടിച്ചിടാൻ പറ്റും, അങ്ങനെയാണ് അപ്പോൾ പറയുന്നുള്ളൂ. ഗൈസ്, സത്യം പറഞ്ഞാൽ ഞാൻ അടിക്കാൻ പോയതാണ്, പക്ഷെ അടിക്കൊണ്ടത് എനിക്ക്. അവൻ്റെ തലമുണ്ട തീർത്തോളം കൊടുത്താലോ ഗൈസ്. എന്തു പറയുന്നു? ഉയ്യോ M8 നമുക്ക് മെല്ലെ ഈ സ്ഥലം അങ്ങ് വിടാം. ഇത് അത്ര നല്ല സ്ഥലമല്ല. നമുക്ക് എന്നാണ് എൻ്റെ അകത്ത് കയറാം. നമുക്ക് ടോപ്പ് നിന്ന് കളിക്കാം ഗൈസ്, അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. നമ്മുടെ ഡബിൾ സ്നൈപ്പറൊക്കെ ആയത് കാരണം ആ പച്ചക്കോട്ട് എനിമി വേണം, നമുക്ക് ചുമ്മാ മാർക്ക് ചെയ്തേക്കാം. നമ്മുടെ ഒരു ചങ്ക് നമുക്കിവിടെ റിക്വസ്റ്റ് ഇട്ടിട്ടുണ്ട്. അയ്യോ എന്തോ കാണിക്കുന്നത്? ആദ്യത്തെ വീഡിയോ ഏതാണ് മൊത്തം പാനിക്കായിട്ട് കളിക്കുന്നത്. നമ്മുടെ എബിലിറ്റി ഇട്ട് നോക്കാം. എനിമി ഇവിടെ ഉണ്ട്. അവനൊക്കെ അവനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അവന് സപ്പോർട്ട് വേണം. എനിമി ഇതാ പോന്നെ.
ട്രിപ്പിൾ കില്ല് കൊടുക്കാം ഗൈസ്. എന്നാ കൊടുക്കുന്ന നമ്മൾ കൊടുത്തിരിക്കും. ഓക്കെ, നമ്മൾ ഇനി കളി തോക്കുകയോ ജയിക്കുകയോ അതൊന്നും നമ്മുടെ വിഷയമല്ല. നമ്മൾ കൊടുക്കുമെന്ന് പറഞ്ഞോ, കൊടുത്തിരിക്കും, ഉറപ്പാണ്. അപ്പോൾ എന്നാണേലും നമുക്ക് നമ്മുടെ ഏതുവിളി അവർക്ക് കൊടുക്കാം. കാരണം MA2B അടിച്ചാൽ ഒത്തിരി ഡാമ് കയറത്തില്ലെങ്കിലും നമുക്ക് എന്താണേലും നമുക്ക് ഗ്ലൂ വാളിൻ്റെ അകത്തൂടെ ഒക്കെ അടിക്കാൻ പറ്റും. ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ഗ്ലൂ വാളിട്ട് പൊതിയുന്നു. പോകുന്നതിന് നമുക്ക് അടിക്കാൻ പറ്റും. നമുക്ക് ഈ എൻ്റെ പേരെന്തായിരുന്നു, കോടയും കൂടെ ഉള്ള കോടയും കൂടെ ഉള്ള കാരണം നമുക്ക് സുഖമായിട്ട് പറഞ്ഞങ്ങ് തീർന്നതുള്ളൂ. നാട്ടുകാരില്ല വഴി പോയി കോടയിട്ട് നോക്കും. കൈസ് അവിടെ 3 പേരുണ്ട്. ഒരുത്തൻ കയറി വരുന്നുണ്ട്. 2 പേര് നമ്മുടെ ടീംമേറ്റ്സ് നോക്കൊക്കെ കിട്ടും. ഓക്കെ, നമ്മുടെ അപ്പോൾ വലിയ താമസമില്ല. നമ്മൾ നൂപ്പ് റാങ്ക് പോലത്തെ ഒരു വീഡിയോ വരുന്നതാണ്. താഴെ കിട്ടും നോക്കി കൊടുക്കാം. ഗൈസ് അവൻ നമ്മളെ മുമ്പിച്ചു. മറ്റേ സാധനമായിട്ട് എങ്ങോട്ട് പോയി, അവൻ എങ്ങോട്ട് പോയെന്നൊരു പിടുത്തമില്ല. പുറകെ മേടിക്കാം നമുക്ക്. ഓക്കെ, അടുത്ത അങ്ങോട്ട് കൊടുക്കാം. ഇത്രേ ഉള്ളൂ മരക്ക്, ഇത്രേ ഉള്ളൂ നമുക്ക് മരക്ക് വേറെ. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് പരിപാടി എന്തെന്ന് പറഞ്ഞാൽ നേരെ അതിൻ്റെ ബാക്കിൽ പോവുക, മരുന്നാനും പോകുന്നവരൊക്കെ എടുത്തിട്ടടിക്കുക, ബൂയ അടിക്കുക, ലോബി ചെല്ലുക. ഇതാണ് നമ്മുടെ നെക്സ്റ്റ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളതായിരിക്കും. അപ്പം ഗൈസ് മൈക്കിനെന്താ പറ്റി എന്നാണേലും ആ ഒരു കാറിൻ്റെ ബാക്കിലായിട്ട് ഒരുത്തൻ വന്ന് നിൽപ്പുണ്ട്. ഓടിപ്പോയി നമുക്ക് കവർ എടുക്കാം. നോക്കാൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, സാധനം ഇട്ട് നോക്കാം എനിമി എവിടെയാണ്. ഗൈസ് നമ്മൾ സ്ഥലത്തെത്തി, കളി ജയിച്ചു. ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പം നമ്മൾ ഒരു CS റാങ്കഡ് ഒരാളുടെ സഹായമില്ലാതെ വന്നു, കളിയെടുത്തു. നമ്മൾ സെക്കൻഡാണ്. നമ്മളിത് ലോബിയിലെത്തി. എന്തിനാട്ടെ നമ്മുടെ ബ്ലൈൻഡ് വാക്സ് എന്ന് പറയുമ്പം എൻ്റെ കൂടെയുള്ള ആളാണ് നെക്സസ് എന്നൊക്കെ പറയുന്നത്. നമ്മുടെ ഗില്ലൊക്കെ ചങ്ക്സാണ് എല്ലാം. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ സ്റ്റേ ട്യൂൺ എല്ലാവരും. ഫസ്റ്റ് വീഡിയോ ആൻഡ് ലാസ്റ്റ് വീഡിയോ ആകാതിരിക്കാൻ പ്രാർത്ഥിക്കട്ടെ. ഓക്കെ, ബൈ ഫ്രം സിയർ.